കഥ ശിലയായി മാറിയവൾ. രചന സ്മിത എസ് നായർ. ശബ്ദം ശ്രീലത മഞ്ചേരി. വള്ളിക്കുന്ന് ഗ്രാമത്തിലേക്ക് നേരിട്ടൊരു ബസ് സർവീസ് ഉണ്ടെന്ന് ആരോ പറഞ്ഞുവെന്ന് കേട്ടാണ് അയാൾ ബസ് സ്റ്റാൻഡിലെത്തിയത്. ആര് പറഞ്ഞാ കേട്ടത്? ഒട്ടും മയമില്ലാതെ നാരായണേട്ടൻ മറുചോദ്യം കേട്ടപ്പോൾ അയാൾ അല്പം അമ്പരന്നു. ഈ ബസ് സ്റ്റാൻഡിൽ ഞാൻ വർഷങ്ങളായി നിലക്കടല വിറ്റ് നടക്കുന്നു. എനിക്കറിയാത്ത ഏത് ബസ്സാണ് വള്ളിക്കുന്നിലേക്ക് നേരിട്ട് പോകുന്നതെന്ന് അറിയണല്ലോ. അതേ, ഏതേ എന്ന് നാരായണൻ എന്ന് വിളിച്ചാൽ മതി. അല്പം ബഹുമാനം തോന്നുന്നുണ്ടെങ്കിൽ ഏട്ടൻ എന്നും ചേർക്കാം. അല്ലാതെ ബഹുമാനവും മര്യാദയും കണി കാണാനില്ലാത്ത കലികാലമാണല്ലോ. അയാൾ ഒന്ന് പുഞ്ചിരിച്ചു. നാരായണേട്ടാ, ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്. പേര് അജയൻ. അങ്ങനെയാണെങ്കിൽ അതാ ആ നീല ബസ്സിൽ കയറിക്കോളൂ. വള്ളിമുക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ മതി. പെട്ടെന്ന് നാരായണേട്ടൻ്റെ കൈ ചേർത്ത് പിടിച്ച് കണ്ണിലേക്ക് നോക്കി. അയാൾ ഒരു ചെറു സ്നേഹപുഞ്ചിരി സമ്മാനിച്ചു. പിന്നെ ധൃതിയിൽ നീല ബസ്സിനടുത്തേക്ക് നടന്നു. നീട്ടി വളർത്തിയ മുടി ചീകി ഒതുക്കിയിട്ടില്ല. അലസമായി പകുതി കണ്ണും മുഖവും മറച്ചിരിക്കുന്നു. നല്ല ഉയരം. കറുത്തു മെലിഞ്ഞ ശരീരത്തിന് നീളൻ ജുബ്ബയും പാൻറ്റും നന്നായി ഇണങ്ങുന്നു. പുറം കാഴ്ചയിൽ ഒരു നിഷേധിയുടെ ധിക്കാരഭാവം. അതുകൊണ്ടാവാം അറിയാതെ അല്പം പരുഷമായി സംസാരിച്ചു പോയി. ഇപ്പോൾ അതിലൊരു ജാള്യത തോന്നി. പതിയെ പോലെ തിരക്കുള്ള ബസ്സുകളിലേക്ക് നാരായണേട്ടനും നടന്നു. റോഡരികിലെ സീറ്റിൽ നിന്നും പുറം കാഴ്ചകളിൽ മുങ്ങിയിരിക്കുമ്പോൾ വള്ളിമുക്ക് എന്ന് വിളി കേട്ടതും അജയൻ എഴുന്നേറ്റു. ഇറങ്ങേണ്ട സമയമായിരുന്നു. ബസ് സ്റ്റോപ്പിനരികെ വളച്ചു കെട്ടിയ ഒരു കുമുട്ടിപ്പീടിക. അല്പം പ്രായമുള്ള ഒരു ചേച്ചിയാണ് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നത്. ഒരു ചായ കുടിച്ചു. ഈ മോഹക്കുന്നിലേക്കുള്ള വഴി പറഞ്ഞു തരുമോ? അവർ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആരാണ്? എവിടെ നിന്നാണ്? എന്തിനാണ് അവിടേക്ക്? അവിടെയുള്ള ശില്പങ്ങളെക്കുറിച്ച് പഠിക്കാൻ വന്നതാണ്, അജയൻ പറഞ്ഞു. പല ഭാഗത്തു നിന്നും ശില്പികളുടെ ശില്പങ്ങൾ അവിടെ ഉണ്ടെന്ന് കേട്ടു. ചേച്ചി ഒരു ദീർഘനിശ്വാസം വിട്ടു. അവൻ പറഞ്ഞത് ശരിയാണ്. വളരെ മുൻപ് മോഹക്കുന്നിൽ മഹാശില്പികളുടെ ഒത്തുചേരലും ശില്പങ്ങൾ കൊത്തലും ഒക്കെ ഉണ്ടായിരുന്ന വലിയ ഉത്സവം ആയിരുന്നു. അവയെല്ലാം ജീവനുള്ള ശില്പങ്ങളാണെന്നും നമുക്ക് തോന്നും. പക്ഷേ ഇപ്പോൾ ആരും അവിടേക്ക് വരാറില്ല. മോഹക്കുന്ന് ഇപ്പോൾ മോഹങ്ങളില്ലാത്ത ഒരു കൊടും കാടായി മാറിപ്പോയി. മോഹക്കുന്ന് എങ്ങനെയാവും മോഹമില്ലാത്ത കാടായത്? ആ ചേച്ചിയുടെ വാക്കുകൾ അജയൻ്റെ ചിന്തകളെ അലോസരപ്പെടുത്തി. യാത്ര മുഴുവൻ വിചിത്രമായിരുന്നു. പരസ്പരം കെട്ടിപ്പുണർന്നു നിൽക്കുന്ന മുത്തശ്ശി മരങ്ങൾ, വഴിമൂടിയ കരിയിലക്കാടുകൾ, ഇരുട്ട് പൊതിഞ്ഞ ഇടുങ്ങിയ പാതകൾ, നെടുവീർപ്പിടുന്ന കാറ്റും പക്ഷികളുടെയും ചീവീടുകളുടെയും ശബ്ദങ്ങൾ എല്ലാം ചേർന്ന് ഒരു അസ്വസ്ഥത. അജയൻ നടപ്പിന് വേഗത കൂട്ടി. അപ്രതീക്ഷിതമായി കാട്ടുവള്ളികൾ കാലിൽ കുടുങ്ങി. മുന്നിലെ ഒരു കല്ലിന്മേലേക്ക് അയാൾ വീണു. നെറ്റിയിടിച്ചു. ചോര കല്ലിന്മേലിറ്റ് വീണു. എന്താണ് സംഭവിച്ചത് എന്ന് ഒരു നിമിഷം അയാൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഒരു കാന്തിക ശക്തി തന്നിലേക്ക് വലിച്ചടുപ്പിക്കും പോലെ അജയന് തോന്നി. ആകെ തൊണ്ട വരളുന്നത് പോലെ തോന്നി. ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിച്ച വിവേകമില്ലായ്മയെക്കുറിച്ച് പഴിച്ചു. പിന്നെ ഓർത്തു, ചിലതൊക്കെ ഒരു നിയോഗം പോലെ സംഭവിച്ചു പോകുന്നതാണ്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഒന്നും നമ്മുടെ കയ്യിലല്ലാത്ത അവസ്ഥ. കെട്ടുകഥകളേക്കാൾ വിസ്മയിപ്പിക്കുന്ന എത്രയെത്ര ജീവിത മുഹൂർത്തങ്ങൾ അങ്ങനെ എന്തോ ഇവിടെയും സംഭവിക്കുന്നുണ്ട്. ആ സാഹചര്യത്തെ സംയമനത്തോടെ ഹാൻഡിൽ ചെയ്തു. കുടിക്കാൻ കരുതിയ വെള്ളം കൊണ്ട് നെറ്റിയും മുഖവും കഴുകി. ടവൽ കൊണ്ട് മുറിവ് കെട്ടി. ഭാഗ്യം, വലിയ പരിക്കില്ല. ശേഷിച്ച വെള്ളം ചോര വീണ കല്ലിന്മേൽ ഒഴിച്ചതും അയാൾ ഞെട്ടി പിന്നോട്ടാഞ്ഞു. നാണത്താൽ പാതി കൂമ്പിയ താമര നയനങ്ങൾ കൊണ്ട് തന്നെ നോക്കുന്നൊരു ശില്പം. ആ നോട്ടത്തിൻ്റെ അനുഭൂതി തന്നിലേക്ക് ചൂഴ്ന്നിറങ്ങുകയാണ്. ഇത് ആരുടെ ശില്പമാണ്? ദേവതയുടേതോ മനുഷ്യൻ്റേതോ? ആകാംക്ഷയോടെ അയാൾ അടുത്തു ചെന്ന് തൊട്ടു നോക്കി. ഒരു പിടച്ചിൽ പോലെ, എന്തോ മന്ത്രിക്കുന്നത് പോലെ, യുഗാന്തരങ്ങളായി തന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെയാണ് ആ കണ്ണുകളെന്ന് തോന്നി. എന്താണ് ഈ ശില്പത്തിൻ്റെ ഭാവം? ഇത്രയും മനോഹാരിതയും ജീവസുറ്റ ഭാവവുമുള്ള ശില്പം
ആദ്യമായിട്ടാണ് അയാൾ കാണുന്നത്. ഈ ശില്പത്തെ പരിപാലിക്കാതെ അപൂർണമായി ഇവിടെ വിട്ട ശില്പികൾ ആരായിരിക്കും? അയാൾ അതീവ കരുതലോടെ, സ്നേഹവാത്സല്യത്തോടെ ആ ശില്പം മെല്ലെ തേച്ചു മിനുക്കി. അയാളുടെ മാന്ത്രിക സ്പർശത്തിൽ അത് ഒരു നവശില്പമായി മാറുകയായിരുന്നു. ചില ദേവതാശില്പങ്ങൾ പൂർണ്ണമാക്കരുതെന്ന് എവിടെയോ വായിച്ചത് ഓർക്കുന്നു. ജീവസുറ്റതും ചൈതന്യമുള്ളതുമായ ഒരു സൃഷ്ടിയെ ഇങ്ങനെ ക്ലാവ് പിടിച്ച് ശോഭമങ്ങിയത്? എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ അജയനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നു. എല്ലാ ചോദ്യങ്ങളും ഉത്തരം കിട്ടാനുള്ളതല്ലെന്ന് അയാൾ ആശ്വസിക്കാൻ ശ്രമിച്ചു. അയാൾ അറിയാതെ ആ ശില്പത്തിന് നവജീവൻ നൽകുകയായിരുന്നു. മോഹക്കുന്നിലേക്ക് ആളുകൾ ഇരച്ചെത്തി. ഇതുവരെ ആരാരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ശില്പത്തിന് മുന്നിൽ ആളുകൾ സെൽഫികൾ എടുക്കാൻ തുടങ്ങി. എവിടെയും ആ മനോഹര ശില്പത്തെപ്പറ്റിയും അതിൻ്റെ ശില്പിയെപ്പറ്റിയും ചർച്ചകൾ കൊഴുത്തു. അയാൾ വീണ്ടും ശില്പത്തിനരികിലേക്ക് ചെന്നു. ചെവിയിൽ പതുക്കെ മന്ത്രിച്ചു. എന്നിലെ ശില്പിയെ കണ്ടെത്തി തന്നതിന് 1000 നന്ദി. ശിലയായി മാറിയ എനിക്ക് നവജീവൻ നൽകിയ ഈ ശില്പിയോട് എനിക്കും നന്ദിയുണ്ട്. ഈ മോഹക്കുന്ന് നിറയെ മോക്ഷത്തേടി നിൽക്കുന്ന അനേകം അപൂർണങ്ങളായ ശില്പങ്ങളുണ്ട്. പുതിയ ശില്പങ്ങളുടെ പിറവി കാത്തു നിൽക്കുന്ന ശിലകളുണ്ട്. അതറിയാതെ പോകുന്ന ശില്പികളും. കാറ്റ് ഒന്ന് വിറച്ചു. മോഹമില്ലാത്ത കാട് വീണ്ടും മോഹങ്ങൾ നിറഞ്ഞ കുന്നായി മാറുകയായിരുന്നു. മോഹക്കുന്നിൽ ഈ ശില്പത്തിന് ഇനി പുനർജന്മമില്ല. പൂർണ്ണമാക്കി എന്ന പാപത്തിന് ശില്പിയായ അവനും. മോഹക്കുന്നിലേക്കിപ്പോൾ അപൂർണങ്ങളായ ശില്പങ്ങളും ശിലകളും തേടിയും തന്നിലെ ശില്പിയെ തിരഞ്ഞും അനേകം പേർ വീണ്ടും എത്തിക്കൊണ്ടേയിരിക്കുകയാണ്.